ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആത്മഹത്യയ്ക്ക് ശ്രമിക്കാത്ത വോയിസുകൾ ചുരുക്കമാണ്. പല കാരണങ്ങളുണ്ടാകാം അതിന്. ഒന്നെങ്കിൽ പെണ്ണ് വിഷയം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇഷ്യൂ, അതുമല്ലെങ്കിൽ വീട്ടിലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ. ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആത്മഹത്യ നിരക്കുള്ള സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരളമാണ്. 18-നും 40-നും ഇടയിലുള്ള യുവാക്കളാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നത്. ആത്മഹത്യ ചെയ്യുന്നവരെ നമ്മൾ ഭീരുക്കളെന്ന് പറയാറുണ്ടല്ലേ? ശരിക്കും പറഞ്ഞാൽ ഈ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നവർ അവരുടെ സ്വന്തം ജീവൻ ഇല്ലാതാക്കുകയാണ്. അങ്ങനെ ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് ധൈര്യം ഉണ്ടായിരിക്കണം. അപ്പോൾ അവരെങ്ങനെയാണ് ഭീരുക്കളാകുന്നത്? ഒരൊറ്റ നിമിഷത്തെ ചിന്തയുടെ പുറത്താണ് പല ആത്മഹത്യ അറ്റംപ്റ്റുകളും നടക്കുന്നത്. നമുക്ക് ചുറ്റിനും എത്ര ഫ്രണ്ട്ഷിപ്പ് വലയമുണ്ടെന്ന് പറഞ്ഞാലും ചില കാര്യങ്ങൾ നമുക്ക് ആരോടും ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു വേദന അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാവൂ. ഈശ്വരൻ ആണുങ്ങൾക്ക് മനക്കട്ടി കൊടുത്തിട്ടില്ല, പകരം അവർക്ക് നല്ല ആരോഗ്യം കൊടുത്തിട്ടുണ്ട്. എന്നാൽ നേരെ തിരിച്ചാണ് പെൺകുട്ടികളുടെ കാര്യം. അവർക്ക് നല്ല മനക്കട്ടിയാണെന്നാണ് പറയുന്നത്, പക്ഷെ അവർക്ക് ആരോഗ്യമില്ല. കേരളത്തിൽ ആത്മഹത്യ ചെയ്തിട്ടുള്ള പെൺകുട്ടികളുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ഒരുപക്ഷെ ചുരുക്കമായിരിക്കും. പക്ഷെ ആണുങ്ങളുടെ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് വളരെ കൂടുതലായിരിക്കും. പക്ഷെ പൊതുവെ പറയുന്നത് പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതലും ആത്മഹത്യ ചെയ്യുന്നതെന്നാണ് നമ്മൾ കേൾക്കാറുള്ളത്. പെൺവിഷയവും സാമ്പത്തികവുമാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യ ഉണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത്. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് നമ്മൾ പറയാറുണ്ടല്ലേ? ശരിയാണ്. ശരിക്കും പറഞ്ഞാൽ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. പക്ഷേ ഇങ്ങനെ പറയുന്നവർ അങ്ങനെ ഒരു അവസ്ഥയിലൂടെ ഒരുപക്ഷെ കടന്നു പോയിട്ടുണ്ടായിരിക്കില്ല. അതുകൊണ്ടാണ് അവർക്ക് എളുപ്പം അത് പറയാൻ സാധിക്കുന്നത്.